ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി സക്കീർ ഹുസൈൻ ആൻഡ് ഓപ്ഷൻ ഡി വി ഗിരി. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ചെന്നൈ ആൻഡ് ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ശരിയുത്തരം ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻ ബി ബാംഗ്ലൂർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ ഉപസമുദ്രം ഏത്? ഓപ്ഷൻ എ അറബിക്കടൽ, ഓപ്ഷൻ ബി ചെങ്കടൽ, ഓപ്ഷൻ സി ദക്ഷിണ ചൈന കടൽ ആൻഡ് ഓപ്ഷൻ ഡി കരീബിയൻ കടൽ. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ ഉപസമുദ്രം ഓപ്ഷൻ സി ദക്ഷിണ ചൈന കടൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ എ കാർബൺ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ ആൻഡ് ഓപ്ഷൻ ഡി നൈട്രജൻ. ശരിയുത്തരം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓപ്ഷൻ സി ഓക്സിജൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഭാരതത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി കൊൽക്കത്ത ആൻഡ് ഓപ്ഷൻ ഡി കാൺപൂർ. ശരിയുത്തരം ഭാരതത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻ എ മുംബൈ. ആറാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏത്? ഓപ്ഷൻ എ ഭാരത്പൂർ, ഓപ്ഷൻ ബി റൺ ഓഫ് കച്ച്, ഓപ്ഷൻ സി ഡാന്യൂബ് ഡെൽറ്റ ആൻഡ് ഓപ്ഷൻ ഡി സൈബീരിയൻ പക്ഷി സങ്കേതം. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഓപ്ഷൻ സി ഡാന്യൂബ് ഡെൽറ്റ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ ഏത്? ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി തമിഴ് ആൻഡ് ഓപ്ഷൻ ഡി മറാത്തി. ശരിയുത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ ഓപ്ഷൻ ബി ഹിന്ദി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: സൂര്യൻ്റെ പുറം ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ ക്രോമോസ്ഫിയർ, ഓപ്ഷൻ ബി കൊറോണ, ഓപ്ഷൻ സി ഫോട്ടോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. ശരിയുത്തരം സൂര്യൻ്റെ പുറം ഭാഗം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി കൊറോണ എന്ന പേരിലാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി അയ്യങ്കാളി ആൻഡ് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ.
ശരിയുത്തരം കേരളത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ശ്രീ നാരായണ ഗുരു. 10ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ കൃതിയിലുള്ള കടൽ ഏത്? ഓപ്ഷൻ എ മെഡിറ്ററേനിയൻ കടൽ, ഓപ്ഷൻ ബി അറബിക്കടൽ, ഓപ്ഷൻ സി ചെങ്കടൽ ആൻഡ് ഓപ്ഷൻ ഡി കറുത്ത കടൽ. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധചന്ദ്രാകൃതിയിലുള്ള കടൽ ഓപ്ഷൻ ഡി ചെങ്കടൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ കോഡ് നാമം എന്ത്? ഓപ്ഷൻ എ സ്മൈലിംഗ് ബുദ്ധ, ഓപ്ഷൻ ബി ശക്തി, ഓപ്ഷൻ സി അഗ്നി ആൻഡ് ഓപ്ഷൻ ഡി വിജയ്. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ കോഡ് നാമം ഓപ്ഷൻ എ സ്മൈലിംഗ് ബുദ്ധ. 12ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന ഘടകം ഏത്? ഓപ്ഷൻ എ പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ സി പ്ലാസ്മ ആൻഡ് ഓപ്ഷൻ ഡി ശ്വേതരക്താണു. ശരിയുത്തരം രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന ഘടകം ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഭഗത് സിംഗ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ പട്ടേൽ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ശരിയുത്തരം ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജലാശയം ഏത്? ഓപ്ഷൻ എ ഇറ്റിക്കാക്ക തടാകം, ഓപ്ഷൻ ബി ബൈക്കൽ തടാകം, ഓപ്ഷൻ സി വിക്ടോറിയ തടാകം ആൻഡ് ഓപ്ഷൻ ഡി കാസ്പിയൻ കടൽ. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജലാശയം ഓപ്ഷൻ എ ഇറ്റിക്കാക്ക തടാകം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ജലപക്ഷി ഏത്? ഓപ്ഷൻ എ ഹംസം, ഓപ്ഷൻ ബി താറാവ്, ഓപ്ഷൻ സി കൊക്ക് ആൻഡ് ഓപ്ഷൻ ഡി പ്രാവ്. ശരിയുത്തരം ഇന്ത്യയുടെ ദേശീയ ജലപക്ഷി ഓപ്ഷൻ എ ഹംസം. 16ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏത്? ഓപ്ഷൻ എ സ്റ്റെപ്പീഡിയസ്, ഓപ്ഷൻ ബി ഡെൽറ്റോയിഡ്, ഓപ്ഷൻ സി ബൈസ്പസ് ആൻഡ് ഓപ്ഷൻ ഡി ട്രൈസ്പസ്. ശരിയുത്തരം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഓപ്ഷൻ എ സ്റ്റെപ്പീഡിയസ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ഹൈദരാബാദ് ആൻഡ് ഓപ്ഷൻ ഡി പൂനെ. ശരിയുത്തരം ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ബാംഗ്ലൂർ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.